നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൗമാരക്കാർക്കിടയിലെ ആത്മഹത്യാ പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ തെരഞ്ഞെടുത്ത് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് 200 രൂപ കുറഞ്ഞു പോയതിലുള്ള സങ്കടത്തിൽ എലിവിഷം കഴിച്ച കൗമാരക്കാരി ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി എന്നുള്ള വളരെ നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാസർഗോഡ് സ്വദേശിനിയായ ആമിന നൂസ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നു. 18 വയസ്സ് മാത്രമാണ് ഈ ഒരു പെൺകുട്ടിക്ക് പ്രായം. കഴിഞ്ഞ ജൂൺ 25-നായിരുന്നു നാടിന് നടുക്കിയ ഈ സംഭവം നടന്നത്. ഒരു മാസത്തോളമായിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനിടയിൽ മരണം സംഭവിച്ചു. പിതാവിനോട് ഏറെ മാനസിക അടുപ്പം പുലർത്തിയിരുന്ന പെൺകുട്ടിയായിരുന്നു ആമിന. ഫോൺ റീചാർജ് ചെയ്യാനായി ആമിന ഉപ്പയോട് 1500 രൂപയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശം 1300 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള തുക മകളുടെ കൈകളിൽ വെച്ചു കൊടുത്ത് ബാക്കി 200 രൂപ നാളെ തരാം മോളെ എന്ന് ആ പിതാവ് സ്നേഹത്തോടെ പറയുകയായിരുന്നു. എന്നാൽ ആ കൗമാര മനസ്സിന് ആ വാക്കുകൾ താങ്ങാനായില്ല. പെൺകുട്ടിക്ക് ഇപ്പോൾ തന്നെ 1500 രൂപ കിട്ടിയേ പറ്റുമായിരുന്നുള്ളൂ. പുറമേക്ക് പരിഭവങ്ങളൊന്നും കാണിക്കാതെ ക്ലാസ്സിലേക്ക് പിന്നീട് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആമിന വഴിയരികിലെ കടയിൽ നിന്നും എലിവിഷം വാങ്ങുകയായിരുന്നു. തുടർന്ന് തളങ്കര മാലിക് ദിനാർ പള്ളിക്കടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വിഷം കഴിച്ചു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സിനായി പോയി. പക്ഷേ ഉച്ചയ്ക്ക് 12:30-ഓടെ ക്ലാസ് മുറിയിൽ വെച്ച് കഠിനമായ ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് കൂടെയുള്ളവർ ആമിനയെ കാസർഗോഡ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ വെച്ചാണ് താൻ വിഷം കഴിച്ച കാര്യം കുട്ടി തന്നെ ഡോക്ടറോട് തുറന്നു പറഞ്ഞത്. സിങ്ക് ഫോസ്ഫേറ്റ് അടങ്ങിയ മാരക വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് അറിഞ്ഞതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി മകളെ പിന്നീട് കോഴിക്കോട് ആംസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. കിഡ്നി മാറ്റിവെക്കൽ ഉൾപ്പെടെ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗത്തിനും ആ പിതാവ് തയ്യാറായിരുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് അത്യാധുനിക ചികിത്സകൾ നൽകി അവളെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ആവത് ശ്രമിച്ചെങ്കിലും ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിൽ ഉള്ളിൽ ചെന്ന മാരക വിഷത്തിന് മുന്നിൽ ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയായിരുന്നു. ദിവസങ്ങളോളം മരണത്തോട് പോരാടിയ ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആമിന ഈ ലോകത്തോട് വിട പറഞ്ഞത്. സംഭവത്തിൽ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ മറ്റ് സൂചനകളൊന്നും ലഭിച്ചില്ല. പിതാവിനോടുള്ള ഒരു പിണക്കമാണ്. അതും മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ 1500 രൂപ ആവശ്യപ്പെട്ടിട്ട് 1300 രൂപ നൽകാനേ പിതാവിനെ കൊണ്ട് സാധിച്ചുള്ളൂ. അതിലുള്ള പിണക്കമാണ് മരണകാരണം എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് കൗമാരക്കാർ ജീവിതം അവസാനിപ്പിക്കുന്ന നടുക്കുന്ന വാർത്തകളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും തുടർച്ചയായി വരുന്നത്. കഴിഞ്ഞ ദിവസം നീലേശ്വരത്തും സമാന പ്രായമുള്ള മറ്റൊരു പെൺകുട്ടിയും വിഷാദ രോഗം മൂലം ആത്മഹത്യ ചെയ്തിരുന്നു. കൃത്യമായ സമയത്ത് മരുന്ന് കഴിക്കാതിരുന്നതും വീട്ടുകാർ രോഗത്തിന്റെ ഗൗരവം തിരിച്ചറിയാതിരുന്നതുമാണ് അവിടെ ദുരന്തത്തിന് കാരണമായത്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം ജില്ലയിൽ 12ഓളം ആളുകളാണ് മാനസിക വിഷമങ്ങളുടെ പേരിൽ സ്വന്തം ജീവൻ ഒടുക്കിയത്. മാതാപിതാക്കളുടെ സ്നേഹപൂർവമായ നിയന്ത്രണങ്ങളെയോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണമുള്ള താൽക്കാലിക പരിമിതികളെയോ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ഇന്നത്തെ തലമുറയുടെ മാനസികാരോഗ്യം ദുർബലപ്പെടുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവങ്ങൾ. ഒരു നിമിഷത്തെ വൈകാരിക എടുത്തുചാട്ടം തകർത്തെറിയുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണെന്നും ഈ വിയോഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, മാനസിക പിരിമുറുക്കങ്ങൾക്കോ വിഷാദ രോഗങ്ങൾക്കോ അടിമപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിജീവിക്കാൻ മനസ്സ് കാണിച്ചാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. കൗമാരപ്രായക്കാർക്കിടയിൽ ആത്മഹത്യ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ആശങ്കകളിൽ ഒന്നാണ്. വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങൾ മാനസിക ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആത്മഹത്യാ പ്രവണതയുള്ള കൗമാരക്കാർ ജീവിതത്തെ 2 ധ്രുവങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ എല്ലാ പൂർണ്ണതയിൽ അതിന് ലഭിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ. ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള ഒരു ഗ്രേ ഏരിയ അല്ലെങ്കിൽ മിഡിൽ ഗ്രൗണ്ട് സൊല്യൂഷൻസ് കാണുന്നതിൽ നിന്നും അവരെ തടയുന്നു. ഇവർ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും അതിരൂക്ഷമായി കാണുകയും പരാജയ ഭീതി അനുഭവിക്കുകയും ചെയ്യും.
ചെറിയ പ്രശ്നങ്ങളെ വലിയ ദുരന്തമായി കാണുകയും ചെറിയ തോൽവികളും നിർണായകമായ നഷ്ടമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, ഒരു പരീക്ഷയിൽ താൻ തോറ്റാൽ എൻ്റെ ജീവിതം നശിച്ചു പോകും. ഈ പ്രായത്തിലുണ്ടാകുന്ന അഭിമാനക്ഷത ചിന്തകൾ സങ്കല്പത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഭാവിയിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്നൊരു തീവ്ര വിശ്വാസം ഇവരിൽ ഉണ്ടാക്കും. ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഇതോടുകൂടി തന്നെ തൻ്റെ ഭാവി അവസാനിച്ചു, എനിക്കൊരു ഭാവിയില്ല, ഭാവിയിൽ താൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു സ്വയം കുറ്റപ്പെടുത്തൽ, ഐഡന്റിറ്റി കൺഫ്യൂഷൻ തുടങ്ങി നിരന്തരമായ നെഗറ്റീവ് ചിന്തകൾ വികാരങ്ങളിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അക്കാദമിക് സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, നഷ്ടങ്ങളോടും തോൽവികളോടുമുള്ള സമീപനം, സാമൂഹ്യ ഭീതി, പ്രണയ നൈരാശ്യം, പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാരന്റിംഗ് പ്രശ്നങ്ങൾ, ആവശ്യമായ പിന്തുണയില്ലായ്മ തുടങ്ങി ഓരോ കൗമാര ആത്മഹത്യകളിലും പലതരം കാരണങ്ങളും സാഹചര്യങ്ങളുമാണ് ഉള്ളത്. സാധാരണയായി ആത്മഹത്യ വാർത്തകൾ കേൾക്കുമ്പോൾ വിഷമത്തോടെ ആളുകൾ നടത്തുന്ന പ്രതികരണമുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഇത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറയാമായിരുന്നില്ലേ. ശരിയാണ്, ഓരോ കുട്ടിക്കും ചുറ്റിലും എല്ലാ സംവിധാനങ്ങളോടും കൂടി വലിയൊരു സമൂഹമുണ്ട്. പക്ഷേ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കാനോ ആത്മഹത്യാ ചിന്തയെ അഡ്രസ്സ് ചെയ്യാനോ വിദഗ്ധ സേവനത്തിലേക്ക് എത്തിക്കാനോ സമൂഹത്തിന് സാധിക്കുന്നില്ല. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളിലൂടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ആത്മഹത്യാ ചിന്തകളും സംസാരങ്ങളും സ്വയം വേദനിപ്പിക്കുന്ന പെരുമാറ്റങ്ങളുമുള്ള കുട്ടികൾക്ക് ഒട്ടും താമസിക്കാതെ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം. കുട്ടികളോട് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുക. തെറ്റുകൾ ചെയ്യുമ്പോൾ ശാസിക്കുന്നതിന് പകരം സ്നേഹത്തോടെ തിരുത്തുക. വിഷാദത്തിൻ്റെയോ മാറ്റങ്ങളുടെയോ ലക്ഷണങ്ങൾ കണ്ടാൽ മടി കൂടാതെ കൗൺസിലർമാരുടെയും സൈക്യാട്രിസ്റ്റുമാരുടെയോ സഹായം ഉറപ്പാക്കുക. സഹായത്തിനായിട്ട് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടുക. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ദിശ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ തന്നെ ഇന്ന് എപ്പോഴും സജീവമാണ്. എന്തെങ്കിലും ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ ആ നമ്പറിലൊക്കെ തന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 1056 047125520556 എന്ന നമ്പറാണുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സൈക്യാട്രിസ്റ്റിനെയൊക്കെ തന്നെ കാണുന്നത് വലിയൊരു കുറ്റമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കും എന്നൊക്കെ കരുതി അത്തരത്തിലൊരു മടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരു ശരീരത്തിന് ഒരു അസുഖം വരുമ്പോൾ, ഒരു ക്ഷീണം വരുമ്പോൾ നമ്മൾ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള പല പിരിമുറുക്കങ്ങളും വരുമ്പോൾ, മാനസികമായിട്ടുള്ള പല വിഷമങ്ങളും പല ടെൻഷനുകളും കാര്യങ്ങളും വരുമ്പോൾ അതിനും ഒരു ചികിത്സ, മാനസികമായിട്ടുള്ള ചികിത്സ നേടേണ്ടതും അനിവാര്യമാണ്. പക്ഷേ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഒരാശങ്കയും ഇന്നത്തെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്.